വയനാട് കൽപ്പറ്റ പുത്തൂർവയൽ ചെങ്കുറ്റി കോളനിയിൽ ശുദ്ധജലമില്ലാതെ ദുരിതത്തിൽ കഴിയുകയാണ് ആദിവാസി കുടുംബങ്ങൾ. വർഷങ്ങളായി കോളനിയിലുള്ള 2 കിണറുകളിലും ചെളി നിറഞ്ഞ് കലങ്ങിയ വെള്ളമാണ് കുടിക്കാനും നിത്യോപയോഗത്തിനുമൊക്കെ ഇവർ ആശ്രയിക്കുന്നത്. കുടിവെള്ള പ്രശ്നം ജനപ്രതിനിധികളെയും അധികൃതരെയും ഒക്കെ അറിയിച്ചു. പക്ഷേ ഇതുവരെ പരിഹാരമായില്ല എന്നാണ് കോളനിക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിനെന്ത് ചെയ്തോ കൊണ്ടുപോയിട്ട് പരിശോധന കയറ്റോ നോക്കിയോ അതിപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. മേപ്പാടി പഞ്ചായത്ത് 19-ാം വാർഡിലെ പുത്തൂർവയൽ ചെങ്കുറ്റി പണിയ കോളനി നിവാസികൾ വർഷങ്ങളായി കുടിക്കുവാനും നിത്യോപയോഗത്തിനുമായി ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ആറു വർഷം മുൻപാണ് ഇവിടെ 3 കിണറുകൾ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും കിണറുകളിലെ വെള്ളം ചെളി കലങ്ങിയ നിറമായതോടെ ചെങ്കുറ്റിക്കാർ പ്രതിസന്ധിയിലായി. നിരവധി തവണ പരിശോധനയ്ക്കായി ആളുകൾ വന്നു. പരിശോധനയ്ക്കായി കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയവരെ പിന്നെ കണ്ടിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കുടിവെള്ളമില്ലാതായതോടെ കിണറിനരികിൽ കമ്പ് നാട്ടി 25ഓളം തുണികൾ അടുക്കി അരിച്ചാണ് ഈ വെള്ളം നിത്യവും ഇവർ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. 20ഓളം വീടുകളുള്ള ചെങ്കുറ്റി കോളനിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചെളി നിറഞ്ഞ ജലമാണ് കുടിക്കുന്നത്. കലക്ക് വെള്ളം കുടിച്ച കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ അന്വേഷിച്ച് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മെമ്പറുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിങ്ങനെ നോക്കി പോവും. പക്ഷെ ഇതിനായിട്ട് ഒന്നും ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് അവർ പറയില്ല. വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനായി നിരവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും അധികൃതർ വയനാട്ടിലെ ആദിവാസികളോട് വിവേചനം കാണിക്കുന്നുവെന്നിവർ പറയുന്നു. ജനപ്രതിനിധികളോടും അധികൃതരോടും വർഷങ്ങളായി തങ്ങളുടെ ആവശ്യം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുമെന്ന പ്രഖ്യാപനവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും കൽപ്പറ്റ പുത്തൂർവയൽ ചെങ്കുറ്റി കോളനി നിവാസികൾക്ക് കുടിവെള്ളമെന്നും കിട്ടാക്കനിയാണ്. വർഷങ്ങളായുള്ള ഇവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഇനിയെങ്കിലും ഒരു അറുതി വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണിവർ. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.